ഇടത് ക്യാമ്പ് വലിയ ആത്മവിശ്വാസം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അതേ മീറ്ററിൽ അതേ ലെവലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതായത് നേരിയ ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അവർ പാർട്ടിക്കകത്ത് പറഞ്ഞത്. അതുതന്നെയാണ് നേതാക്കളുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിലെല്ലാം തന്നെ അവർ വ്യക്തമാക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വളരെ കൃത്യമായി പറയുന്നു പാർട്ടിക്ക് മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന്. അതിനവർ പറയുന്ന ഘടകം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വലിയൊരു ക്ലീൻ സ്വീപ്പിൻ്റെ സാധ്യതയാണ് പറയുന്നത്. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ഒരു തരംഗം, അതായത് ഇടതിനെതിരായ സർക്കാരിനെതിരായ ഒരു വലിയ UDF അനുകൂല തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPIM-ൻ്റെ വിലയിരുത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഒന്ന് മുസ്ലിം കൺസോൾട്ടേഷനാണ്. അങ്ങനെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ വലിയ തോതിൽ ഒരു പാൻ കേരള നടന്നിട്ടില്ല. നടന്നെങ്കിൽ ഒരു 53-54 സീറ്റുകളിലൊക്കെ വിധി പൂർണ്ണമായും UDF-ലേക്ക് LDF-ൽ നിന്നും മറയുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരമൊരു തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് കാലത്ത് ക്യാമറയ്ക്ക് മുൻപിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിക്കുമ്പോഴും അദ്ദേഹം ക്വയറ്റ് കോൺഫിഡൻ്റായി സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒന്ന്, ഏറ്റവും കൂടുതൽ ആ രീതിയിൽ ന്യൂനപക്ഷം വോട്ട് ഏറ്റവും കൂടുതലുള്ള മണ്ഡലം ബേപ്പൂരാണ്. പക്ഷേ ബേപ്പൂരിൽ 82,000-ൻ്റെ നേരത്തെ വോട്ടാണ്, റെക്കോർഡ് വോട്ടാണ് റിയാസിന് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് റിയാസ് പ്രകടിപ്പിച്ചത്. സംസ്ഥാനത്താകെ അത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യമാണ്, ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPIM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതുപോലെ ഘടകകക്ഷി നേതാവായ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അടുത്ത സർക്കാർ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടത് ക്യാമ്പ് എല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷയുടെ ഒരു അടിസ്ഥാനം ഇവർക്ക് പാർട്ടി തലത്തിൽ കിട്ടിയ കണക്കാണ്. അതായത് ബൂത്ത് സെക്രട്ടറിമാർ ഏറ്റവും കുറച്ച കണക്ക് മാത്രം രേഖപ്പെടുത്താനുള്ള നിർദ്ദേശത്തോടുകൂടി CPIM-ൻ്റെ അതായത് LDF-ൻ്റെ ബൂത്ത് കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ, മിക്കവാറും ബൂത്ത് സെക്രട്ടറിമാർ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ആ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, ചിലയിടത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ്. അവർ നൽകിയ കണക്ക് പ്രകാരം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയപ്പോൾ 79 സീറ്റ് ചുരുങ്ങിയത് ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നുള്ളതാണ് കണക്ക്. ഇത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം. പാർട്ടിയുടെ ബൂത്ത് സെക്രട്ടറിമാർ, മുന്നണിയുടെ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കാണ്. ആ കണക്കിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവർ ഇടതു ഭരണ തുടർച്ച എന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഇതുകൂടാതെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പ്രകാരം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, ഇടതു ഭരണ തുടർച്ചയുണ്ടാകും എന്നതാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. സംസ്ഥാന ഇന്റലിജൻസും ഭരണ തുടർച്ചാ സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്.